മോഹനൻ പിള്ള കൂടി ചർച്ചയുടെ ഭാഗമാവുകയാണ്. ഡോക്ടർ മോഹനൻ പിള്ള, ഇവിടെ ഏറ്റവും ഒടുവിൽ ലാഹോറിൽ നടക്കുന്ന സ്ഫോടനങ്ങൾ, അതോടൊപ്പം തന്നെ BLA നടത്തുന്ന ആക്രമണങ്ങൾ, ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പുതുമയുള്ള ദൃശ്യങ്ങളല്ല. പക്ഷേ ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുകൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം പോലും പാകിസ്ഥാൻ ഇന്ത്യയുടെ തലയിൽ വെച്ച് കെട്ടിയേക്കാം. ഐക്യരാഷ്ട്രസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതാണല്ലോ നമ്മൾ കണ്ടത്. ലാഹോറിലെ സംബന്ധിച്ചിടത്തോളം ഈ 21 കേന്ദ്രങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തെങ്കിലും ഏതൊക്കെ ടെററിസ്റ്റ് ഹൈഡ് ഔട്ട് അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെഞ്ചിനേറ്റ ഒരു മുറിവാണ് ഈ മുറിക്കയിലെ ലാഹോറിനടുത്ത് ചെയ്തത്. അതിന്റെ കാരണം ഈ ജിഹാദി ജനറലിന്റെയും അതുപോലെ ലഷ്കർ ഇ തോയിബയുടെയും ISIയുടെയും എല്ലാം കൂടിയുള്ള ഒരു കോർഡിനേഷൻ ഹെഡ്ക്വാർട്ടറാണ് നമ്മൾ തരിപ്പണമാക്കിയത്. അതവർക്ക് ഉൾക്കൊള്ളാൻ അല്പം സമയമെടുക്കും. സാധാരണഗതിയിൽ ഈ ടെററിസ്ഥാൻ ഇന്ത്യ ചെയ്യുന്ന ഒരു അറ്റാക്കുകളും അവര് ഓണപ്പ് ചെയ്യത്തില്ല, അംഗീകരിക്കാതെ അവർ പറയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടായെങ്കിൽ തന്നെയും അവിടെ ആൾത്താമസമില്ലാത്തടത്ത് ബോംബാർഡ്മെന്റ് നടത്തി തിരിച്ചുപോയി, നമുക്ക് യാതൊരുവിധ നഷ്ടവും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് സംഗതിയെ മറ്റൊരു ഡയറക്ഷനിലോട്ട് ലഘൂകരിച്ച് കാണിക്കുവാൻ മാത്രമാണ് അവര് ഇന്നുവരെയും ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് ഇന്നലെ ആദ്യം തന്നെ അവര് അവിടെ സ്ത്രീകളും, ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ള മുറിക്കയിൽ തന്നെയായിരിക്കാം. അവിടെയാണല്ലോ അവരുടെ സഹോദരനും കുടുംബങ്ങളും എല്ലാവരും, സഹോദരിയും കുടുംബങ്ങളും എല്ലാം മരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവർക്ക് സഹിക്കാവുന്നതല്ലാത്തത് കൊണ്ട് അവര് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് പറഞ്ഞു, തീവ്രവാദികളെ അല്ല ഇന്ത്യ ചെയ്തത്, അവിടെ കുട്ടികളും സ്ത്രീകളും സാധാരണ പൗരന്മാരുമായിരുന്നു എന്ന് ലോകരാഷ്ട്രത്തോട് പറയുമ്പോഴും നമ്മൾ തെളിവ് സഹിതം കൊടുത്തപ്പോൾ അതിന് അവർക്കൊരു പ്രസക്തി ഇല്ലാതായിത്തീർന്നു. നേരെ മറിച്ച് ഇപ്പോൾ അവരവിടെ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാല് അവിടെ അവർക്ക് എന്തെങ്കിലും കാണിച്ചേ പറ്റുള്ളൂ. ലാഹോറിൽ they themselves are doing such kind of an activity. അവർ തന്നെത്താനെ ചെയ്തിട്ട് ലോകത്തിന്റെ അറ്റൻഷൻ അങ്ങോട്ട് വരികയാണ്. കാര്യം ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നു ലാഹോർ പോലുള്ള സിറ്റിയിൽ എന്ന് കാണിച്ചുകൊണ്ട് അത് ഒരു ആസ്പെക്ട്. അതും രണ്ടാമത് അവിടെയുള്ള പൗരന്മാരെ കോൺഫിഡൻസിലെടുത്ത് കൂട്ടത്തിൽ കൊണ്ടുവരാൻ നോക്ക്, നമ്മള് ഇന്ത്യയുടെ ഡ്രോൺ വെടിവെച്ചിട്ടു, അല്ലെങ്കിൽ ഇന്ത്യയുടെ റഫാൽ വെടിവെച്ചിട്ടു, ഇതൊക്കെ ഒരു പ്രൊപഗണ്ട വാർ വെച്ചും അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടും ആ മൊറാൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സൈഡും, മറ്റുള്ള സൈഡിൽ ഇന്റർനാഷണൽ അറ്റൻഷൻ സീക്ക് ചെയ്യാണ് ഇന്ത്യ കണ്ടിന്യൂസ് ആയിട്ട് ലാഹോറിനെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനും ഉള്ള ഒരു ശ്രമമാണ്. ഇതൊരു നമ്മൾ യുദ്ധത്തിൽ ഇതൊക്കെ നമ്മൾ അംഗീകരിക്കണം. അത് അവിടെ ഒരു സാധാരണ പറയുന്നത് പോലെ ഇതാ ഈ മുർദിക്കയിലെ ഭീകരാക്രമണ കേന്ദ്രം, അതിനെ അവർ ഭീകരാക്രമണ കേന്ദ്രം എന്ന് അവർ പറയുന്നില്ല, അവർ അവിടുത്തെ മോസ്ക്, മസ്ജിദ് എന്നൊക്കെയാണ് പറയുന്നത്. അത് സ്വാഭാവികമാണല്ലോ. അത് ആക്രമിക്കപ്പെട്ടു എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണ്. ഇതേ പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയുടെ 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് അവകാശപ്പെടുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ അവർക്ക് പങ്കുവെക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ വിമാനങ്ങൾ തകർത്തതിന്റെ ദൃശ്യങ്ങൾ അവർക്ക് പങ്കുവെക്കാൻ പറ്റാത്തത്? ആ ദൃശ്യം ഉണ്ടെങ്കിലല്ലേ പങ്കുവെക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്ത ഒരു കാര്യം പങ്കുവെക്കാൻ പറ്റും. അത് അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ ഇതൊരു പ്രൊപഗണ്ട വാർ എന്നുള്ള രീതിയിലേ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, കഴുത കാമം കരഞ്ഞു തീർക്കും, അതാണ് അവർ ചെയ്യുന്നത്. ഇവർ വേറൊന്നുമില്ല. അവരിങ്ങനെ അൾട്ടിമേറ്റ് ആയിട്ട് റഫാൽ വെടിവെച്ചിട്ടു, അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമ എയർബേസ് കീഴടക്കി, അല്ലെങ്കിൽ അതിർത്തിയിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു. അത് ഇപ്പം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ മാനിപ്പുലേറ്റ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല, എല്ലാം കാണിക്കാം. അവിടെ ഇന്ത്യയുടെ അത്രയും സംസ്കാരവും ഈ മാനിപ്പുലേറ്റ് ചെയ്യാമെങ്കിലും അതേ നിമിഷം തന്നെ അതിനെ ഫാക്ട് ചെക്കേഴ്സ് പൊളിക്കുന്നുമുണ്ട്. ഉണ്ട്, അതിന് ലിമിറ്റ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അതിന് ലിമിറ്റ് ഉണ്ട്. അതായത് അതിന്റെ വസ്തുത കണ്ടെത്തുമ്പോഴേക്കും ഇവർ ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചിരിക്കും അല്ലെ? കഴിയും. ഇന്ത്യയിൽ തന്നെ അതുണ്ടല്ലോ. ഇന്ത്യയിൽ തന്നെ ഒരുപാട് നമുക്ക് ഈവൻ ഓതറൈസ്ഡ് മീഡിയ അല്ലാതെ പുറത്തുവിടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൈഡ് സ്പ്രെഡ് ആയിട്ട് കറങ്ങുന്നുണ്ട്. ചിലവരൊക്കെ അതിനകത്ത് വീണ് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇറ്റ്സ് കൈൻഡ് ഓഫ് വാർഫെയർ, സൈക്കോളജിക്കൽ വാർഫെയർ. അപ്പം അതവരെല്ലാ രീതിയിലും എടുക്കും. അത് പണ്ടു മുതലേ ഉള്ളതാണെന്നേ. നമ്മൾ കണ്ടിട്ടില്ലേ രാമായണത്തിലും മഹാഭാരതത്തിലും, രാമായണത്തിൽ ആർട്ടിഫിഷ്യലായിട്ട് രാമന്റെ തല കൊണ്ടുവന്ന് വെട്ടി കാണിക്കുന്നതും ഒക്കെ. ഇതൊക്കെ ഒരു യുദ്ധതന്ത്രങ്ങളൊക്കെ. ഇത് ഏത് രീതിയിലും
അതായത് ശത്രുവിന്റെ ആത്മവീര്യം കുറയ്ക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും അതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു. രണ്ടാമത് ഈ നമ്മൾ എത്രത്തോളം തയ്യാറെടുത്തു എന്നുള്ള രീതി വരുമ്പോഴത്തേക്ക് വെൽ പ്രിപ്പയർഡ് ആണ്. നമ്മൾ വെൽ പ്രിപ്പയർഡ് ഇന്നലെ ഒന്നും അല്ലാതെ നമ്മൾ വെൽ പ്രിപ്പയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവിടെ പോയി, എസ്പെഷ്യലി ലാഹോർ പോലുള്ള സ്ഥലത്ത് മുറക്കയിൽ പോയി അറ്റാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഗ്രൗണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ആശങ്ക എന്തുകൊണ്ട് അവർ ഇതുവരെ വന്നില്ല എന്ന കാര്യം. ലാഹോർ പോലുള്ള സ്ഥലത്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ ഒരിക്കലും അടങ്ങിയിരിക്കുന്നതല്ല. അപ്പൊ ഇപ്പൊ നമ്മുടെ ആശങ്ക, ചെറിയ ആശങ്ക, അവർ എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഒരു സാധാരണഗതിയിൽ അവരുടെ തിരിച്ചടിയുടെ സമയം കഴിഞ്ഞു. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, അവർ തിരിച്ചടിക്കുന്നുണ്ട് മോഹനൻ പിള്ള. അത് പക്ഷേ സാധാരണക്കാരായ, അതായത് ഇന്നലെ പൂഞ്ചിൽ അടക്കം അവർ നടത്തിയ തിരിച്ചടിയുണ്ട്. അത് അവിടുത്തെ പാവപ്പെട്ട ഗ്രാമവാസികൾക്ക് നേരെയാണ്. സത്യം പറഞ്ഞാൽ സാധാരണ തീവ്രവാദികൾ പുലർത്തുന്നത് പോലെയുള്ള ഒരു ധൈര്യം പോലും അവർക്കില്ല. അങ്ങേയറ്റത്തെ ഭീരുത്വം എന്നല്ലാതെ അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ സാധിക്കുക? ഭീകരരെക്കാൾ വലിയ ഭീരുക്കളായി അവർ മാറുകയില്ലേ? കാരണം എല്ലാ യുദ്ധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നിരായുധരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് ഇന്നലെ അവർ ആക്രമണം നടത്തിയത്. അത് അവർക്ക് ടാർഗറ്റ്, ഇന്ത്യയിൽ എന്താണ് ടാർഗറ്റ് ഉള്ളത്? ടെററിസ്റ്റാണ്. നമുക്ക് ടാർഗറ്റ് ഇഷ്ടം പോലെയാണ്. ടെററിസ്റ്റ് ക്യാമ്പുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നസെന്റ് ആയിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരും അല്ലെങ്കിൽ ഇവിടെയുള്ള സ്റ്റാൻഡേർഡുള്ള സിവിൽ എസ്റ്റാബ്ലിഷ്മെന്റുകളും ഹൈ ടാർഗറ്റുകളും അല്ലാന്നുണ്ടെങ്കിൽ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റുകളും മിലിറ്ററി ടാർഗറ്റുകളും എയർ ബേസ് അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളല്ലാതെ വേറൊന്നും അവർക്കില്ല. അവിടെ നമുക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ മുന്നിൽ കാണിക്കാനുള്ള ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു പോയിന്റില് എല്ലാ ലോകരാജ്യങ്ങളും എഗ്രി ചെയ്യുന്നുണ്ട്. എന്താണ്? വാർ ഓൺ ടെറർ എന്നുള്ള പോയിന്റില് നമ്മൾ ആ പോയിന്റിലാണ് ഹൈലൈറ്റ് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോഴാണ് ചൈന പോലും അതിനകത്ത് തീവ്രവാദത്തിന്റെ സപ്പോർട്ട് ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ചൈനയ്ക്കും പറ്റില്ല, ഒരു കാരണവശാലും പറ്റില്ല. അപ്പം ആ ഒരു പോയിന്റിലാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പൊ നമ്മൾ തെളിവ് കൊടുക്കണം. തെളിവിന്റെ ആവശ്യമില്ല ടെററിസ്ഥാനുമായിട്ട്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവര് ജിഹാദി ഫാക്ടറികളെല്ലാം അവിടെയാണ്. ലോകത്തിലെ ജിഹാദി ഫാക്ടറികളുടെ ഹെഡ്ക്വാർട്ടർ വരെ അവിടെയാണ്. ഏറ്റവും കൂടുതൽ അത്തരം ഫാക്ടറികൾക്ക് നേരെ തന്നെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്.